രതീഷിന്റെ പ്രേക്ഷക പിന്തുണ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഇന്നലെ നമ്മളിട്ട പോള് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ അത് മനസ്സിലാവും. ആ മനുഷ്യൻ അവിടെ വെറും 7 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇത്രയും പ്രേക്ഷക പിന്തുണ. അത് പുള്ളിയുടെ കഴിവ് കൊണ്ട് മാത്രം ഉണ്ടായി വന്നൊരു കാര്യമാണ്. പുള്ളിയെ ഈ സീസണിൽ വീണ്ടും ഒരു മത്സരാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കണം എന്നൊരു ഒറ്റ അഭിപ്രായമേ എനിക്കിപ്പോ ഉള്ളൂ. കാരണം രതീഷ് ഇന്നലെ പറഞ്ഞ പോലെ പുള്ളിയുടെ വയലന്റ് ഗെയിം അല്ലെങ്കിൽ ചൂതാട്ടം അതിനി പുള്ളി കളിക്കില്ല. അതൊരു റിസ്ക് പിടിച്ചൊരു ഗെയിമായിരുന്നു. രതീഷായി കളിക്കും ഇനി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ ബിഗ് ബോസ് സമ്മതിച്ചല്ല. ഇപ്പൊ സിജോയോട് പറയുന്നത് കേട്ടു, എടാ എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ മടിയായിരുന്നു ആദ്യമൊക്കെ, ഞാൻ നിനക്കെതിരെ കുറെ സംസാരിച്ചിട്ടുണ്ട്, നിനക്കെതിരെ ഒത്തിരി വഴക്കിട്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ഞാൻ വഴക്കിട്ടിട്ടുള്ള നീയുമായിട്ടാണ്. നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പോലും നിന്റെ സുഖവിവരം എനിക്ക് അന്വേഷിക്കാൻ മടിയായിരുന്നു. കാരണം ഞാൻ നിന്നോട് ശത്രുത കാണിച്ചിട്ടുണ്ട്, എന്റെ മൈൻഡിൽ ശത്രുത ഉണ്ടായിരുന്നു നിന്നോട്. അതായിരുന്നു എനിക്ക് നിന്നോട് അത് ചോദിക്കാൻ മടി. അപ്പൊ സിജോ പറയുന്നു, ഇല്ല രതീഷ് ചേട്ടാ, അതൊക്കെ ഒരു ഗെയിം ആയിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ, പേഴ്സണലായിട്ട് എടുത്തിട്ടില്ല, ഞാൻ എന്റെ മനസ്സിൽ തട്ടി ഞാനിത് പറയുവാണ് എന്നൊക്കെ സിജോ പറയുന്നുണ്ട്. ഈ കാണിച്ചതാണ് യഥാർത്ഥ രതീഷ്. ഈ ഒരു 2-3 ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ് യഥാർത്ഥ രതീഷ്. ഫസ്റ്റ് വീക്കിൽ കണ്ടത് ഒരു ഫേക്ക് ഫേസ് ആണ്. പുള്ളിക്ക് അവിടെ 100 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ആവാൻ ശ്രമിച്ചതാണ്, ആരാരും റോബിനും ഒക്കെ ആവാൻ ശ്രമിച്ചതാണ്. ഇപ്പോൾ ലൈവ് കാണുന്ന സമയത്ത് പുള്ളി അതിന്റെ പേരിൽ കുറ്റബോധവും വിഷമവും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കാണിച്ചതുപോലെ ഒരു ഭയങ്കര കുറ്റബോധം എനിക്ക് ഫീൽ ചെയ്തു രതീഷില്. ഇപ്പൊ രതീഷിന് ഒരു അവസരം കൂടി കൊടുക്കണം എന്നൊരു ഒറ്റ കാര്യം എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളൂ. പ്രേക്ഷകരുടെ അഭിപ്രായം ബിഗ് ബോസ് കണക്കിലെടുക്കുന്നുണ്ടെങ്കിൽ രതീഷിന് ഒരു അവസരം കൂടി കൊടുക്കണം. ഒരു ഗസ്റ്റ് ആയിട്ട് ഒരുപാട് പരിമിതികളുണ്ട് ആ മനുഷ്യന്. കൈ കെട്ടി വിട്ടിരിക്കുന്നത് പോലെയാണ്. വഴക്കുണ്ടാക്കിയാൽ പുറത്താകുമെന്ന് പറഞ്ഞ് നാക്ക് പൂട്ടി വെച്ചിരിക്കുകയാണ് പുള്ളിയുടെ. അതുകൊണ്ടാണ് സിജോയോടൊക്കെ കോംപ്രമൈസ് ആവാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പുള്ളി എല്ലാവർക്കെതിരെയും കളിക്കും അവിടെ, എനിക്കത് ഉറപ്പാണ്. ഈ ഒരു കോംപ്രമൈസ് ടോക്ക് നടക്കുന്നത് വാഷ്റൂം ഏരിയയിൽ വെച്ചിട്ടാണ്. പക്ഷെ വാഷ്റൂം ഏരിയ വിട്ടപ്പോ ഇവർ തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടാകുന്നുണ്ട് ചെറിയ രീതിയിൽ. ഫയർ ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഫയർ ഒക്കെ കാണിക്കട എന്ന് പറയുന്നുണ്ട് സിജോയെ നോക്കി. പിന്നെ ഗസ്റ്റ് ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട് സിജോയോട്. സിജോ ഞെട്ടി ഇത് കേട്ടപ്പോ എന്നോട് ഇപ്പൊ കോംപ്രമൈസ് ടോക്കിന് വന്ന അതേ ആള് തന്നെയാണല്ലോ ഇത് എന്ന് ഓർത്തിട്ട്, എടാ മോനെ നിനക്ക് കാണിച്ചു തരാന്നൊക്കെ സിജോ പറഞ്ഞിരിക്കുന്ന ചമ്മി നാറ് നിൽക്കുന്നുണ്ട് അവിടെ. സിജോ എന്തോ ചൊറിഞ്ഞിട്ടാണ് രതീഷ് അങ്ങനെ പറഞ്ഞത്. എന്തായിരുന്നു ആ പ്രൊവോക്കേഷൻ എന്ന് രതീഷ് ഇപ്പൊ ജിൻഡോയോടെ വല്ല പറയും. അത് പ്രൊവോക്കേഷൻ എന്താണെന്നൊന്നും ലൈവില് കാണിക്കത്തില്ല കേട്ടോ. അത് എഡിറ്റർ മാമൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇവര് തമ്മിലൊരു ചെറിയ രീതിയിലൊരു വാഗ്വാദം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു കോംപ്രമൈസ് ടോക്കിന് ശേഷം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും